ടു താടിയും പൊട്ടും ടോക്സ്. ഗൈസ്, നമ്മുടെ ചാനലാണെങ്കിൽ ആദ്യമായിട്ട് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോക്ക് എന്ന് വെച്ചാൽ എനിക്കിത് പറയുമ്പോൾ തന്നെ കൈക്കോടെ കാലിക്കോടൊക്കെ എന്തോ പോലെയാണ്. നമ്മൾ ഒരുപാട് തരം കൃഷികളെ പറ്റി കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട് അല്ലേ? ഇപ്പോൾ വെജിറ്റബിൾസിൻ്റെ കൃഷിയാണെങ്കിലും ഫ്രൂട്ട്സിൻ്റെ കൃഷിയാണെങ്കിലും കന്നുകാലി വളർത്തൽ, ആട് വളർത്തൽ, പോത്ത് വളർത്തൽ, എരുമ വളർത്തൽ, പശു വളർത്തൽ, അതുപോലെ തന്നെ കോഴി വളർത്തൽ, താറാവ് വളർത്തൽ, അങ്ങനെ 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 ഒരുപാട് വെറൈറ്റി കൃഷികളൊക്കെ നമ്മൾ കണ്ടിട്ടുമുണ്ട്, ചെയ്തവരുണ്ടാവും, കേട്ടുകേൾവിയുണ്ടൊക്കെ. പക്ഷെ പാമ്പും കൃഷി കേട്ടിട്ടുണ്ടോ? പേടിച്ചു അല്ലേ? ഞാനൊന്ന് പേടിച്ചു. അപ്പോൾ കാരണം എനിക്ക് പാമ്പ് ഭയങ്കര പേടിയാണ്. പാമ്പ് എന്ന് വെറുതെ ഇരി കാട്ടിയാലോ പറഞ്ഞാൽ വരെ എനിക്ക് ഭയങ്കര പേടി. ഞാൻ ചാടി കയറി മെല്ലെ ടേബിളിൻ്റെ മുകളിലോ അങ്ങനെയൊക്കെ ഇരിക്കും. അപ്പോൾ ഈ പാമ്പുകളെ കൃഷി ചെയ്യുക എന്ന് കേൾക്കുമ്പോൾ എത്ര കൃഷി ചെയ്യാന്ന് പറഞ്ഞാൽ ഒരുപാടുണ്ടാവുമല്ലോ. നമുക്ക് ഒറ്റ പാമ്പിനെ കാണുമ്പോൾ തന്നെ ഇഷ്ടമല്ലാത്തവരുണ്ടാവും, ഇഷ്ടമുള്ളവരുണ്ടാവും, പേടിയില്ലാത്തവരുണ്ടാവും. എന്നാലും ഭൂരിഭാഗം ആളുകൾക്ക് എന്തായാലും പാമ്പിന് പേടിയായിരിക്കും. അപ്പം നമ്മുടെ ഇന്നത്തെ ടോക്ക് പാമ്പുകളെ കൃഷി ചെയ്യുന്നതിനെ പറ്റിയാണ്. യെസ് ഗൈസ്, അപ്പോൾ പാമ്പുകളെ കൃഷി ചെയ്യുന്ന ഒരു ഗ്രാമമുണ്ട് നമ്മുടെ ചൈനയിൽ. അപ്പം നമ്മുടെ ഇന്നത്തെ ടോക്കും ഇന്നത്തെ വീഡിയോയിലേക്കും എല്ലാവർക്കും സ്വാഗതം. പാമ്പെന്ന് കേട്ടാൽ പിന്നെ ആ പരിസരത്തോട്ട് പോകാത്തവരായിരിക്കും നമ്മളിൽ ഭൂരിഭാഗം പേരും. എന്നാൽ നമ്മുടെ നാട്ടിലൊക്കെ കോഴിയെയും പശുവിനെയും ഒക്കെ വളർത്തുന്നത് പോലെ രാജവെമ്പാലകളടക്കമുള്ള പാമ്പുകളെ വളർത്തി കോടികൾ സമ്പാദിക്കുന്ന ഒരു ഗ്രാമമുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ചൈനയിലെ സെജിയാങ് പ്രവിശ്യയിലെ സിസിക്ടിയോ എന്ന ഗ്രാമത്തിലെ ആളുകളാണ് പാമ്പുകളെ കൃഷി ചെയ്യുന്നത്. വർഷം 100 കോടിയോളം രൂപയാണ് ഇവർ ഇത്തരത്തിൽ പാമ്പുകളെ വിറ്റ് സമ്പാദിക്കുന്നത് എന്നാണ് റിപ്പോർട്ട്. ഏതായാലും അവർ പാമ്പുകളെ എന്തിനാണ് കൃഷി ചെയ്യുന്നതെന്നും എങ്ങനെയാണ് കൃഷി ചെയ്യുന്നതെന്നുമാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. എനിക്ക് ഇപ്പോഴും പാമ്പുകളെ കൃഷി ചെയ്യാന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഈ മറ്റേ വെജിറ്റബിൾസ് കൃഷി ചെയ്യാന്നൊക്കെ പറയണ പോലെ സിമ്പിളായിട്ടാണ് പറയണത്. അപ്പം അങ്ങനെ ഒരു ഗ്രാമം ഉണ്ട് എന്നിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. നമ്മളിപ്പോൾ ഒരു കോഴീനെ കൃഷി ചെയ്യണത് നമ്മൾ കണ്ടിട്ടുണ്ട്. മുട്ട വിരിയിക്കണ സിസ്റ്റങ്ങളും അതുപോലെ അതിൽ നിന്ന് കുഞ്ഞുങ്ങളെ, ചെറിയ കോഴി കുഞ്ഞുങ്ങളെ നോക്കണ രീതികളും അതുങ്ങൾക്ക് തീറ്റിങ് സംഭവങ്ങളൊക്കെ കൊടുത്തിട്ട് കുറച്ചും കൂടി വലിപ്പം എത്തിയത്, പിന്നെ കുറച്ച് വലിപ്പം എത്തിയതും. അപ്പോൾ നമ്മൾ ചിന്തിക്കുക ഈ പാമ്പുങ്ങളെ എങ്ങനെയാണ് കൃഷി ചെയ്യുക, അപ്പോൾ അതിൻ്റെ സ്റ്റെപ്പുകൾ എന്തൊക്കെയാണ്, എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ കൃഷി ചെയ്യുന്നത്, ഏതൊക്കെ രീതിയിലാണ് കൃഷി ചെയ്യുന്നത്, അതൊക്കെയാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. 1980 കാലഘട്ടത്തിൽ യാങ് ഹോങ് ചാങ് എന്ന വ്യക്തിയാണ് പാമ്പ് വളർത്തൽ കൃഷിയുടെ സാധ്യതകൾ മനസ്സിലാക്കി ഈ ഗ്രാമത്തിൽ ആദ്യമായി പാമ്പുകളെ വളർത്താൻ ആരംഭിച്ചത്. എന്നാൽ ആദ്യത്തെ വർഷം വിരിയിക്കാൻ വെച്ച മുട്ടകളിൽ വെറും 10% മുട്ടകൾ മാത്രമേ വിരിഞ്ഞിറങ്ങിയുള്ളൂ. ഇത് അദ്ദേഹത്തിന് വലിയൊരു തിരിച്ചടിയായിരുന്നു. എന്നാൽ ഇത് കാരണമൊന്നും അദ്ദേഹം ഈ പാമ്പ് കൃഷി അവസാനിപ്പിച്ചില്ല. അതിനാൽ തന്നെ അടുത്ത വർഷം വിരിയിക്കാൻ വെച്ച മുട്ടകളിൽ 80% മുട്ടകൾ വിരിയുകയും അതിൽ 30,000-ഓളം പാമ്പിൻ കുട്ടികൾ ജനിക്കുകയും ചെയ്തു. തുടർന്ന് ഇത് ആ ഗ്രാമത്തിലാകെ ചർച്ചാ വിഷയമാവുകയും അന്ന് തൊട്ട് ഈ ഗ്രാമത്തിലുള്ളവർ പാമ്പിനെ കൃഷി ചെയ്യാൻ ആരംഭിക്കുകയുമായിരുന്നു. അതായത് ആ ഗ്രാമത്തിലെ 85% ആളുകളും ഇത്തരത്തിൽ പാമ്പിനെ വളർത്തുന്നുണ്ട് എന്നാണ് കണക്ക്. രാജവെമ്പാലകളെ പോലുള്ള ചില വിഷമുള്ള പാമ്പുകളെ ഒഴിച്ചു നിർത്തിയാൽ കൂടുതലായും വിഷമില്ലാത്ത പാമ്പുകളെയാണ് ഇവർ വളർത്തുന്നത്. പാമ്പുകളെ വളർത്താനായി ഇത്തരത്തിൽ ഇഷ്ടികകൾ കൊണ്ട് കൂട് നിർമ്മിക്കുകയാണ് ആദ്യം ഇവർ ചെയ്യുക. ഏത് കാലാവസ്ഥയിലും പാമ്പുകൾക്ക് ജീവിക്കാൻ കഴിയുന്ന രീതിയാണ് ഇതെന്നാണ് ഇവരുടെ അവകാശവാദം. ഇങ്ങനെയുള്ള ബോക്സുകൾ ഇത്തരത്തിലുള്ള ഒരു വലിയ മുറിയിലാണ് സെറ്റ് ചെയ്യുക. ബ്രീഡിംഗ് സീസണുകളിൽ മാത്രമേ 2 പാമ്പുകളെ ഒരു കൂട്ടിൽ ഒരുമിച്ചിടാറുള്ളൂ. അല്ലാത്ത സമയങ്ങളിൽ ഒരു കൂട്ടിൽ ഒരു പാമ്പ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഓരോ വർഷവും 20 മുതൽ 30 മുട്ടകൾ വരെയാണ് ഒരു പാമ്പ് ഇടാറുള്ളത്. ഇത്തരത്തിലിടുന്ന മുട്ടകളിൽ 90%-ഓളം മുട്ടകളും വിരിയാറുണ്ട് എന്നതാണ് മറ്റൊരു കാര്യം. 70 ദിവസത്തോളമാണ് മുട്ട വിരിയാനായി സമയമെടുക്കുക. പാമ്പുകൾ മുട്ടകളിട്ട് കഴിഞ്ഞാൽ ഒരു നിശ്ചിത സമയത്തിനു ശേഷം ഈ മുട്ടകളെല്ലാം മറ്റൊരു മണ്ണ് നിറച്ച ബോക്സിലേക്ക് മാറ്റുകയാണ് ചെയ്യുക. ഇങ്ങനെ മണ്ണിൽ കിടന്നാണ് പാമ്പിൻ മുട്ടകളെ ഇവർ വിരിയിച്ചെടുക്കുക. ഇത്തരത്തിൽ വിരിഞ്ഞിറങ്ങുന്ന പാമ്പിൻ കുഞ്ഞുങ്ങളെ എല്ലാം ഒരേ സ്ഥലത്ത് തന്നെയാണ് ഇവർ ഇടാറുള്ളത്. ശേഷം 12 മുതൽ 18 മാസത്തോളം ഇവകളെ മറ്റു രോഗങ്ങളൊന്നും പിടിപെടാതെ സംരക്ഷിക്കും. കാരണം പാമ്പുകൾക്ക് പിടിപെടുന്ന പല രോഗങ്ങളും മരുന്നില്ലാത്ത രോഗങ്ങളാണ്. അതിനാൽ തന്നെ ഇത്രയും പാമ്പുകൾക്ക് രോഗങ്ങൾ പിടിപെട്ട് കഴിഞ്ഞാൽ
ഇത് അവരുടെ ബിസിനസ്സിനെ ആകെ തകിടം മറിക്കും. ഇത്തരത്തിൽ കൃഷി ചെയ്യുന്ന പാമ്പുകൾക്ക് പ്രധാനമായും തവളകളെയും എലികളെയും മറ്റുമൊക്കെയാണ് ഭക്ഷണമായി നൽകാറുള്ളത്. പാമ്പിന്റെ പ്രായത്തിനനുസരിച്ചാണ് ഇവർ ഭക്ഷണം നൽകുക. നമ്മളിപ്പോൾ ഒരു കോഴീനെയോ അല്ലെങ്കിൽ പശുവിനെയോ ആടിനെയൊക്കെ വളർത്തുകയാണെങ്കിൽ എന്താണെങ്കിലും പച്ചക്കറി എന്താണെങ്കിലും കൃഷി ചെയ്യുമ്പോൾ നമ്മുടെ വീട്ടിൽ സാധാരണ വീട്ടിൽ 1-2 ഉണ്ടാവണ പോലെ അല്ലല്ലോ. ഒരുപാട് എണ്ണം ഉണ്ടാവുമ്പോൾ അസുഖങ്ങൾ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അവർക്ക് അത് വരാതിരിക്കാനുള്ള മുൻകരുതലുകളൊക്കെ നമ്മൾ കൃഷി ചെയ്യുന്നവർ ചെയ്യാറുണ്ടല്ലോ. അപ്പോൾ ഈ പാമ്പുകൾക്ക് അങ്ങനെ തന്നെ അവർ ചെയ്യുന്നുണ്ട് അല്ലേ. ഈ പറയുന്ന പോലെ ഈ ഇത്രയും പാമ്പുകളെ ഇപ്പം ഇതിൽ വീഡിയോയിൽ കാണുമ്പോൾ എന്തോ പോലെ ഇങ്ങനെ ആകെ പൊത്തരിച്ച് ഇങ്ങോട്ടൊക്കെ ഞാൻ നോക്ക് ഇവിടേക്ക് ഉണ്ടോന്ന് അത്രയും ടെൻഷനായിട്ട് ഞാനിരിക്കണം. എന്താ പറയുക, അവറ്റങ്ങൾക്ക് വയ്യാതെ വരാതിരിക്കാനുള്ള കാര്യങ്ങളും മുൻകരുതലുകളൊക്കെ എടുക്കുന്നുണ്ട്. കാരണം കൃഷി ചെയ്യുമ്പോൾ ചത്തൊടുങ്ങിയ ഒന്നിച്ചങ്ങോട്ട് ചത്തൊടുങ്ങും. നമ്മൾ കണ്ടിട്ടില്ലേ, കോഴികൾ ചാവാൻ തുടങ്ങിയാൽ ഒന്നിച്ച് ചാവുക, കന്നുകാലികൾ ചാവാൻ തുടങ്ങിയാൽ ഒന്നിച്ച് ചാവുക, കൃഷി നശിക്കണമെങ്കിൽ ഒന്നിച്ച്. അപ്പോൾ അത് അതിന് നഷ്ടമായിരിക്കും. അപ്പോൾ ഈ കൃഷി ചെയ്യണവരെ സംബന്ധിച്ച് അതിപ്പോൾ പാമ്പുകളിലാണെങ്കിലും അങ്ങനത്തെ അസുഖങ്ങൾ വരാതിരിക്കാനുള്ള മുൻകരുതലുകൾ അവർ എടുക്കുന്നുണ്ട്. സാധാരണ പോലെ തന്നെ മുട്ട വിരിയിച്ച് അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് എന്താ പറയുക, ഒരു കോഴിക്കുഞ്ഞിനെ വളർത്തുന്ന രീതിയിലേക്കാണ് അവർ പാമ്പിനെ വളർത്തുന്നത്. 85% ആ ഗ്രാമങ്ങളിലുള്ള എല്ലാവരും ഈ കൃഷി ചെയ്യുന്നുണ്ട്. നമുക്കറിയാം, ഈ ചൈനയിലൊക്കെ കാണാൻ ഏറ്റവും അധികം പാമ്പിനെ തിന്നണതൊക്കെ അങ്ങനെയുള്ള ആ സ്ഥലങ്ങളിലൊക്കെയാണ്. പാമ്പ് മെയിൻ ഭക്ഷണമായിട്ട് തീന്മേശകളിൽ ഒഴിവാക്കാൻ പറ്റാത്ത ഒന്നാണ്. അവിടെ ഈ ശൗര്യമുള്ള ആണുങ്ങളുടെ ഒരു ഇതായിട്ടാണ് പാമ്പുകളെ കഴിക്കുന്നവരെ. ആ ശൗര്യമുള്ള ആണുങ്ങളാണ്, അല്ലെങ്കിൽ പിന്നെന്താ പറയുക, അങ്ങനത്തെ ഒക്കെ ഭയങ്കര ഓരോ വിശ്വാസങ്ങളുണ്ട്. ഈ ഇതൊക്കെ കഴിച്ച പാമ്പിൻ്റെ ഫുഡ് കഴിച്ച് കഴിഞ്ഞ് പാമ്പുമായി ബന്ധപ്പെട്ട ഫുഡുകൾ കഴിച്ച് യൗവനം നിലനിർത്താൻ പറ്റും, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങളെല്ലാം അവർ വിശ്വസിക്കുന്നതുകൊണ്ടാണ് അവരതൊക്കെ കഴിക്കുന്നത്. നമുക്കറിയില്ല, നമ്മളെ സംബന്ധിച്ച് അതൊന്നും കഴിക്കാൻ നമുക്ക് കൊണ്ട് പറ്റില്ല. പാമ്പ്, പാറ്റ, പഴുതാര തൊട്ട് സകലവിധ മുതലയും അടക്കം അവരെല്ലാം കഴിക്കണം. നമ്മൾ വീഡിയോസിലൊക്കെ പുറനാട്ടിലെ ചൈനയിലെ അങ്ങനത്തെ സ്ഥലങ്ങൾ, തായ്ലൻഡിലോ അല്ലെങ്കിൽ മലേഷ്യയിലോ ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. നമുക്കതൊന്നും ഇമാജിൻ ചെയ്യാൻ കൂടി പറ്റില്ല. എനിക്ക് എന്താ പറയാ, പാമ്പ് എന്ന് TV-യിൽ വെറുതെ ഒരു പിക്ചർ വരുമ്പോഴോ അല്ലെങ്കിൽ ഒരു വീഡിയോ കാണുമ്പോൾ പോലും പെട്ടെന്ന് അത് മാറ്റി. കാരണം മേത്തൊക്കെ ആകെ ഒന്ന് ഇഴയണ പോലെ തോന്നും. അതിൽ പാമ്പ് ഇങ്ങനെ ഇഴയണത് ചുമ്മാ ഒരെണ്ണം ഇഴയുന്നത് കാണുമ്പോൾ തന്നെ പേടി. ഒരു കുട്ടി പാമ്പ് വരെ വീടിന്റെ ടൈലിൽ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഒരാഴ്ചത്തേക്ക് പുറത്തിറങ്ങാണ്ട് ഇങ്ങനെ നോക്കി നടക്കുന്ന ആളാണ് ഞാൻ അടക്കമുള്ള ഒരുപാട് പേരും. അപ്പൊ ഇങ്ങനെ കൂട്ടം കൂടി കിടന്ന് കാണുമ്പോ എന്തോ പോലെ ഈ കൃഷി ചെയ്യണവരുടെ കാര്യമാണ് അപ്പൊ ആലോചിക്കുക. തീർച്ചയായിട്ടും അവർക്കും കൊത്തൊക്കെ കിട്ടും. എന്തായാലും കടി കെട്ടില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. അവർക്ക് എന്തായാലും കടി കിട്ടും, അത് ഷുവറാണ്. അപ്പൊ അതിനുള്ള ഓരോ കാര്യങ്ങളും ചെയ്യും. പിന്നെ ഇത് ഒരു വളർത്തുന്നതിൽ വിഷമില്ലാത്ത പാമ്പുകളെയാണ് അവർ കൂടുതലായിട്ട് വളർത്താൻ ശ്രമിക്കുന്നത്. ഉണ്ടെങ്കിൽ തന്നെ അതിന്റെ വിഷം ഇറക്കിയതിന് ശേഷമായിരിക്കും ഈ ഫുഡ് കാര്യങ്ങൾക്കൊക്കെ അവർ എടുക്കുന്നുണ്ടാവുക. എന്തായാലും ബാക്കി വീഡിയോ കൊണ്ടുപോകും. പക്ഷെ എത്ര സുരക്ഷയുണ്ടെന്ന് പറഞ്ഞാലും ഈ തൊഴിൽ ഏറെ അപകടം പിടിച്ച ഒരു ജോലിയാണ്. പ്രത്യേകിച്ച് രാജവെമ്പാല പോലുള്ള പാമ്പുകളുടെ കടി കിട്ടിക്കഴിഞ്ഞാൽ പ്രോപ്പർ ചികിത്സ ലഭിച്ചില്ലെങ്കിൽ മരണം ഏറെക്കുറെ ഉറപ്പാണ്. പ്രധാനമായും ഇത്തരത്തിൽ കൃഷി ചെയ്യുന്ന പാമ്പുകളെ ഭക്ഷണമാക്കാനായി പാമ്പിനിറച്ചിക്ക് വേണ്ടി മാർക്കറ്റുകളിൽ എത്തിക്കുകയാണ് ചെയ്യുക. എന്നാൽ ചില പാമ്പുകളെ മരുന്നുകൾ ഉണ്ടാക്കാനായി പല ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളും ഉപയോഗിക്കാറുണ്ട്. കൂടാതെ പാമ്പുകളെ വൈൻ നിർമ്മിക്കാനായും ഉപയോഗിക്കാറുണ്ടത്രേ. പാമ്പുകളെ ഉപയോഗിച്ചുണ്ടാക്കുന്ന വൈനുകൾ കിഡ്നി സംബന്ധമായ രോഗങ്ങൾക്കുള്ള പ്രാചീന മരുന്നാണത്രേ. ലോകത്ത് പാമ്പുകളെ ഭക്ഷണത്തിനായി ഉപയോഗിക്കുന്ന ഏറ്റവും വലിയ രാജ്യമാണ് ചൈന. പൊതുവെ ഇന്ത്യക്കാർക്ക് പാമ്പുകളെ കാണുന്നതേ വെറുപ്പാണെങ്കിലും ചൈന, വിയറ്റ്നാം, തായ്ലൻഡ് തുടങ്ങിയ രാജ്യങ്ങളിൽ പാമ്പെന്ന് പറഞ്ഞാൽ അവരുടെ പ്രധാന ഭക്ഷണ വിഭവമാണ്. ഇതുപോലെയുള്ള മറ്റൊരു ഗ്രാമമാണ് വിയറ്റ്നാമിലെ ലേമാറ്റ് എന്ന ഗ്രാമം. സ്നേക്ക് വില്ലേജ് എന്നാണ് ഇതും അറിയപ്പെടുന്നത്. 1000ഓളം വർഷങ്ങളായി പാമ്പുകളെ ഭക്ഷണമാക്കുന്നവരാണ് ഇവിടത്തുകാർ. അവയെ പിടിക്കുന്നതും ഇണചേർക്കുന്നതും ഇവിടെ പതിവാണ്. പാമ്പ് വിഭവങ്ങൾ വിളമ്പുന്ന റെസ്റ്റോറൻറ്റുകളാണ് ഈ ഗ്രാമത്തിലെ മറ്റൊരു പ്രത്യേകത. ഇങ്ങനെ പാചകം ചെയ്യുന്നവയിൽ ഭൂരിഭാഗവും മൂർഖൻ പാമ്പുകളാണത്രേ. പാമ്പുകളെ കഴിക്കുന്നത് പൗരുഷത്തിൻ്റെ ലക്ഷണമായാണ് വിയറ്റ്നാമിലെ ആളുകൾ കരുതുന്നത്. ഇവയെ ഭക്ഷണമാക്കുന്നതിലൂടെ ശരീരത്തിന് കരുത്തും ലൈംഗിക ശേഷി കൂടുമെന്നും ഇവർ വിശ്വസിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് സ്വാഭാവികമായി വരുന്ന ഒരു ചോദ്യമായിരിക്കും, കടിയേൽക്കാതെ എന്നും എങ്ങനെയാണ് പാചകക്കാർ പാമ്പുകളെ പിടിച്ച് കൊല്ലുന്നതെന്ന്. എന്നാൽ മിക്ക പാമ്പുകളും ഇവരെ കടിക്കും എന്നതാണ് സത്യം. ഇതിന് നല്ല വേദനയും കാണും.
എന്നാൽ ഇവയെ പിടിക്കുമ്പോൾ തന്നെ വിഷം ഊറ്റിക്കളയുന്നതിനാൽ കടിയേറ്റ ആരും മരിക്കുന്നില്ല എന്ന് മാത്രം. പാമ്പുകളെ പാചകം ചെയ്യുന്ന മിക്ക ആളുകളുടെ കയ്യിലും ഇങ്ങനെ കടിയേറ്റ പാടുകൾ കാണാമത്രേ. കൂടാതെ വർഷം തോറും മാർച്ചിൽ ഇവിടെ നടക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഉത്സവമാണ് സ്നേക്ക് ഫെസ്റ്റിവൽ. ലൈത്തായ് ടോങ് രാജാവിൻ്റെ കാലത്ത് ഭീമൻ പാമ്പിൻ്റെ രൂപത്തിലുള്ള ഒരു ജലരാക്ഷസനെ കീഴടക്കിയ ഹോങ് എന്ന യുവാവിൻ്റെ ഓർമ്മക്കായാണ് ഈ ഉത്സവം കൊണ്ടാടുന്നത്. മുൻപേ പറഞ്ഞ ചൈനയിലെ പാമ്പ് വളർത്തുന്ന ഗ്രാമം പോലെ ഇവിടെയും പാമ്പുകളെ വളർത്തുന്നതിനും സൂക്ഷിക്കുന്നതിനും അവയുടെ പ്രജനനത്തിനുമായി നിരവധി ഫാമുകൾ നിലവിലുണ്ട്. പാമ്പുകളെ വളർത്തുന്ന 100ഓളം കുടുംബങ്ങൾ ഇവിടെ ഉണ്ടെന്നാണ് കണക്ക്. പാമ്പുകളെ വളർത്തുകയും പാമ്പുമാംസം ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്ന 2 വലിയ ഫാമുകൾ ഗ്രാമത്തിലുണ്ടത്രേ. എല്ലാ ദിവസവും 1000ഓളം വിദേശ സഞ്ചാരികൾ പാമ്പുകളെ കാണാൻ വേണ്ടി മാത്രമായി ലേമാറ്റിലെത്തുന്നു എന്നാണ് കണക്കുകൾ. അയ്യോ വയ്യ, പാമ്പുകളുടെ പിക്ചർ വീഡിയോ കാണുമ്പോൾ തന്നെ എനിക്ക് ഇവിടെ ഇരിക്കുമ്പോൾ ആകെ ടെൻഷൻ. ഗൈസ്, ഈ വീഡിയോയിൽ പറഞ്ഞ പോലെ എന്താ പറയാ, നമ്മുടെ നാട്ടില് ഒരു പാമ്പ് കൃഷി തുടങ്ങി. ഇപ്പൊ ഞാൻ ഈ വീട്ടില് പാമ്പ് കൃഷി തുടങ്ങുകയാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? അപ്പുറത്തുള്ളവർ സമ്മതിക്കില്ല, ഇപ്പുറത്തുള്ളവർ സമ്മതിക്കില്ല. പാമ്പ് കൃഷി ചെയ്യാൻ സമ്മതിക്കില്ലല്ലോ. കാരണം തീർച്ചയായിട്ടും ഏതെങ്കിലും പാമ്പുകളെ കഴിഞ്ഞ് അപ്പുറത്തൊക്കെ പോകും, കംപ്ലൈൻസ് ആവും. നമ്മുടെ നാട്ടിലൊന്നും അത് നടക്കുന്ന കാര്യമല്ലാന്ന് തോന്നുന്നു. പാമ്പുമായി ബന്ധപ്പെട്ട ഉത്സവം തന്നെ അവിടെ നടത്തുന്നുണ്ട്. അതൊക്കെ അവിടുത്തെ ആളുകളെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നു അവർക്ക് നമ്മുടെ നാട്ടിൽ കുറേ പേര് പാമ്പിനെ ദൈവമായിട്ടും അത്തരത്തിൽ വിളക്ക് വയ്ക്കുക, നാഗക്കാവ് അങ്ങനെയൊക്കെ ഉണ്ടെന്ന്, പാമ്പിനെ ഉപദ്രവിക്കാത്തവരൊക്കെ ഉണ്ടാവും. എന്നാൽ ഇത്തരത്തിൽ പാമ്പ് കൃഷി ചെയ്യണേക്കോ അല്ലെങ്കിൽ പാമ്പിനെ ഭക്ഷണമാക്കി കഴിക്കണവരോ അല്ലെങ്കിൽ നാളെ നമുക്ക് പാമ്പ് കൃഷി ചെയ്യാം നല്ല ലാഭമാണ് എന്നൊക്കെ പറയണവരൊന്നും എന്തായാലും ഉണ്ടാവില്ല. നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടാവണെ പറ്റി ചിന്തിക്കാനേ വയ്യ. എന്തായാലും ഈ വീഡിയോ കഴിയുന്നവരോടുകൂടി എനിക്ക് ചുറ്റും പാമ്പുണ്ടെന്നുള്ളൊരു സംശയമായിട്ടായിരിക്കും ഞാൻ വൈൻഡപ്പ് ചെയ്യുന്നത്. അടുത്ത നല്ലൊരു ടോക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം. താടിയും പൊട്ടും ടോക്സ്. ബൈ.